NSSനെ പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംഘപരിവാറിനെ അകത്ത് കയറ്റാതെ ധീരമായ നിലപാടെടുത്ത നേതൃത്വമാണ് NSSന്റേത്. രമേശ് ചെന്നിത്തലയെ NSS പരിപാടിയിലേക്ക് ക്ഷണിച്ചത് നല്ല കാര്യമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തീർച്ചയായിട്ടും 100%. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, NSS രമേശ് ചെന്നിത്തലയെ വിളിച്ചു, നല്ല കാര്യമല്ലേ? കഴിഞ്ഞ വർഷം ശശി തരൂരിനെ വിളിച്ചു, ഇതിനു മുമ്പ് കെ മുരളീധരനെ വിളിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ ഏത് മതവിഭാഗമാണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ് നേതാവിന്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ അകത്ത് സന്തോഷം. അല്ലാതെ ആർക്കെങ്കിലും ഒരാളെ മാത്രമേ എല്ലാ പരിപാടിക്കും വിളിക്കാൻ പറ്റുമോ? അതങ്ങനെയാണല്ലോ. കോൺഗ്രസിന്റെ ഏത് നേതാവും UDFന്റെ ഏത് നേതാവും ഏത് സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിന്റെ ഗുണം കിട്ടുന്നത് കോൺഗ്രസിനും UDFനുമാണ്. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും വിവിധ സമുദായ സംഘടനകളുമായിട്ടൊരു ബന്ധമുണ്ട്. ഒരായിപ്പോൾ എനിക്ക് മാത്രം പോരല്ലോ ബന്ധം, എല്ലാവർക്കും വേണ്ടേ? എല്ലാവർക്കും ബന്ധമുണ്ടാകുമ്പോഴാണ് അതിൻ്റെ എല്ലാം ഗുണഫലം കോൺഗ്രസിനും അതുവഴി UDFനും കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഏത് കോൺഗ്രസ് നേതാവിനും ഏത് മത സംഘടനയുമായിട്ടും സമൂഹത്തിൽ ആരുമായും കൂടുതൽ ബന്ധം സ്ഥാപിച്ചാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനല്ലേ ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാൾ. വി.ഡി. സതീശന്റെ നാക്ക് ശരിയല്ലെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തിനും സതീശൻ മറുപടി പറഞ്ഞു. വി.ഡി. സതീശന്റെ നാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിയുടെ മെക്കിട്ട് കയറണം എന്തിനാ? അദ്ദേഹം എത്ര സീനിയർ ആയിട്ടുള്ള എത്ര പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാനുമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അദ്ദേഹം പറയാണ് സതീശന്റെ നാക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാനല്ല പരിശോധിക്കുന്നത്. എന്നെ വിമർശിക്കാൻ പാടില്ല, ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്ന് പറയാൻ പാടില്ല. ഞാൻ വിമർശിക്കുന്നതല്ലേ? ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആളുകളെ വിമർശിക്കുന്ന ആരാ? ഏത് പ്രതിപക്ഷ നേതാവെന്നല്ല, പ്രതിപക്ഷ നേതാവായിരിക്കും അല്ലേ? അപ്പൊ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയും പാർട്ടികളെയും ഭരണത്തിലിരിക്കുന്ന ആളുകളെയും കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ആളാണ് ഞാൻ. കോൺഗ്രസിൽ നേതാക്കൾ തമ്മിൽ അകൽച്ചയുണ്ടെന്ന മാധ്യമ സൃഷ്ടിയാണ്. UDFനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കലാണ് തന്റെ ദൌത്യം. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്നും സതീശൻ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.